എച്ച് ഹാപ്പി. ഒരു വീട്ടിൽ സന്തോഷമില്ലെങ്കിൽ ആ വീട്ടിൽ സന്തോഷമില്ല. അത്താഴം പഴകിയാവില്ല, പഴകി അത്താഴമായി മാറുക. അങ്ങനെയുള്ള കുടുംബമാണ് എന്തോ സന്തോഷം. അപ്പൊ സന്തോഷത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. യേശു പറഞ്ഞു എന്റെ സമാധാനം. അപ്പൊ ക്രിസ്തുവിന്റെ സമാധാനം ഒന്നുമില്ല, ക്രിസ്തു ഉണ്ടെങ്കിൽ സമാധാനം. അപ്പൊ സന്തോഷം ഉണ്ടാകണം. അപ്പൊ സന്തോഷത്തിന്റെ അടിസ്ഥാനം പണമല്ല. പാടി ധാന്യം വർദ്ധിച്ച പോലെ കൊണ്ടാൽ അതിന് സന്തോഷം. അപ്പൊ ധാന്യം കൂടിയ സന്തോഷമുണ്ട്, പണമുള്ള സന്തോഷം വെച്ചാൽ അതിലൊക്കെ വലിയ സന്തോഷം ദൈവികമായ സന്തോഷമാണ്. ഈ ഭൗതിക സംബന്ധിച്ചിടത്തോളം എനിക്ക് നന്നായി അറിയാം, കുറച്ചുകൂടെ എനിക്ക് അറിയാമല്ലോ. അതൊന്നും അറിയാം. അല്പം സാമ്പത്തിക കുറവാണല്ലോ ഉള്ളത് സംതൃപ്തരാകും. ഒന്നുകൂടെ വാക്ക് ആവർത്തിക്കാം. ഇപ്പൊ സാമ്പത്തിക കുറവായിരുന്നെങ്കിലും ഇപ്പോഴും നമ്മൾ അംബാനി അദാനിയൊക്കെ വെച്ച് നോക്കിയാൽ കഴിഞ്ഞ ദിവസം 5 കോടി രൂപയാണ് ഉപയോഗിച്ചത്. അവിടെ തന്നെ പണമൊന്നും ഇല്ലതേ. ഇപ്പൊ പണമൊന്നും ആക്കില്ല, അവർക്കൊക്കെ ഒരു പണമൊക്കെ. പണമൊന്നും ഇല്ലെങ്കിൽ പോലും തൃപ്തി, ഉള്ള തൃപ്തി അനുഭവിക്കാൻ അതിലൊരു സന്തോഷമാണ്. ഒന്ന് ഹാപ്പി. ഒരു കുടുംബം ഭവനമാകുന്ന സന്തോഷം ഉണ്ടാകണം. ഉള്ള തൃപ്തി വേണ്ട. ചീരൂരിലും കച്ചവടമാണ് എന്റെ വാക്കി പറയാം. ചീരൂരിലും കച്ചവടമാണെങ്കിൽ അത് സ്വത്രം പറഞ്ഞ് തൃപ്തിയോടുകൂടെ അപ്പനും അമ്മയും ഒരുമിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും സന്തോഷം. ഈ മുഴുവൊഴുപ്പും കുറ്റമല്ല ഭവനം എങ്ങനെ സന്തോഷമാണ്. അതുകൊണ്ട് സന്തോഷമാണ് ഉള്ളത്. പിന്നെ അടുത്ത ഓകളിൽ ഒരർത്ഥം കൊടുക്കുന്നത് ഓടാണ്. എല്ലാവരും ഓർഡർ വേണ്ട. ഒക്കെ കഴിയുക, ഒക്കെ പൊരുളിക്കുക, ഒക്കെ പോരുക, ഒക്കെ പ്രാർത്ഥിക്കുക, ഒത്താമായി അല്ലല്ല. എല്ലാവരും ഓർഡർ വേണം. ദൈവത്തെ ആരാധനാലയത്തിൽ എപ്പോഴും ഓർഡർ ഉണ്ടാവണം. കൃത്യസമയത്ത് ദൈവത്തെ ആരാധിക്കണം. കൂട്ടിവരവ്, കൂട്ടായ്മ അത് ഒഴിവാക്കാൻ പാടില്ല. ഒരു ഓർഡർ വേണം. ദൈവകാര്യം മുൻപോട്ട് കൊടുക്കണം. അടിസ്ഥാനപരമായി ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ടൈം ടേബിൾ കൊടുത്തില്ല അധ്യാപകർ. എന്നില്ല എന്നോട്. അപ്പൊ അടിസ്ഥാനപരമായ ഒരു പ്രമാണം ഉണ്ടാകണം. ഒരു ടൈം ടേബിൾ വേണം. എല്ലാ കാര്യം ടൈം ടേബിൾ വേണം. ആഹാരം എന്നോട് ആവർത്തിച്ചു പോകണം. എല്ലാവരും വരി ആഹാരം കഴിക്കുകയും ചെയ്തു. പക്ഷെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും മുൻപ് കൊടുക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ എന്തെല്ലാം മുടങ്ങാൻ പാടില്ല. നമുക്കറിയാമല്ലോ, ആരെയായി എല്ലാം പ്രതികൂലമായപ്പോഴും രാജകീയമെതിരായി മാറിയപ്പോഴും കൂടാതെ വാതിൽ കിഴിവാതിൽ തുറന്നിരുന്നു. അപ്പൊ തുറന്നല്ല, തുറന്നു കിടക്കുക, തുറന്നിട്ടിരിക്കുക. എപ്പോ വേണമെങ്കിലും ഓടിച്ചത് മുടക്കാൻ വേണ്ടി കഴിയുമാറ് കൂടാതെ തുറന്നിട്ടിരിക്കുക. എപ്പോഴും ദൈവം ബന്ധമുണ്ടാകണം, അത് ഓരോ ഉണ്ടാകണം. അങ്ങനെ പോയി പോകുന്നതുകൊണ്ട് അടുത്ത സമർപ്പണം. മെഡിറ്റേഷൻ ഒരു സമർപ്പണമുണ്ട്. ഇത് എന്റെ എന്ന് പറഞ്ഞ എന്തുണ്ട്? എന്തൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും എന്നതാ ഒന്നുമില്ലെന്നേ. എല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവം തന്നെ ഒന്നുമില്ല. വാദമുണ്ട്. സർവ്വം നിങ്ങൾ നിന്നും നിങ്ങളേക്കും നിങ്ങൾ വാഴുന്നു. ഇതങ്ങനെ ഒന്നുമില്ല. ഇവിടെ വന്നപ്പോൾ തക്കനായി വന്നു, പോകുമ്പോൾ അങ്ങനെ തന്നെ പോകും. ദൈവം വന്നു, എഴുവെടുക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെതാണ്. നാവും ദൈവത്തിന് പറയാണ്. സമർപ്പണം ഉണ്ടാകണം. അബ്രഹാമിന്റെ കൂടാണ്ട് വന്ന ദൂതന്മാര് അവര് ഭക്ഷിച്ചോ എന്നുള്ള എന്റെ വിഷയം. ഭക്ഷിച്ചില്ലെങ്കിലും വിശക്കുന്നുണ്ട് കൊടുക്കണം. ഒരു വിഷക്കാരൻ വലിയ വിശന്ന് പോയാൽ കൊടുക്കണം. ഭക്ഷിച്ചില്ലെന്ന് കൊടുക്കണം. ഒരിക്കൽ പാസ്റ്റർ കേൾക്കാൻ പറഞ്ഞ സംഭവം കഴിഞ്ഞു വന്നു. ഞാൻ വീണ്ടും ഓർമ്മ പോയാ അദ്ദേഹം പാസ്റ്റർ കേൾക്കാൻ ജോലിയുണ്ടല്ലോ. അദ്ദേഹം ഗവൺമെന്റ് പഠിക്കുന്ന കാലം അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് 8 ഏക്കർ ഇപ്പോഴും ഉണ്ട്. സ്ഥലം 8 ഏക്കർ ഒരു സ്ഥലത്തൊക്കെ ഉണ്ട്. ജന്മിയാ പുള്ളിയുടെ വിലാസം. ആ സമയത്ത് അദ്ദേഹം വൽപ്പൂരിൽ വരുമ്പോൾ ഒരു വിഷക്കാരനെ അപ്പച്ചൻ കേൾക്കാൻ അപ്പച്ചൻ ഒരു തിരുത്തി കസല ഇരുത്തി കുതിരപ്പെട്ടിരിക്കുന്നു. ഒരു വിഷക്കാരൻ കേൾക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം വീണ്ടും വായിച്ചു പറഞ്ഞു, അല്ല കൊടുത്താൽ വിട്ടാൻ പോരായോ? അപ്പൊ ചോദ്യം പെട്ടിയിട്ട് അല്പം കഴിഞ്ഞ വിളിച്ച് വിഷക്കാരനെ
അങ്ങനെ പുറത്ത് വെച്ചുകൊണ്ട് നീ ഇപ്പൊ ഞാൻ ദൈവനെ പഠിക്കും. നീ ദൈവനെ പഠിക്കാമോ? നിനക്ക് ദൈവം ആ 41 സംഘങ്ങൾ വായിച്ചു. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. യോഹനെ ദുർദ്ദേശിച്ചു. അത് ഇഷ്ടത്തിന് ഏറ്റിട്ട് കൊടുക്കുകയില്ല. ചുരുക്കുമ്പോൾ വായിച്ചാൽ നിനക്ക് വല്ലതും അറിയാമല്ല. അത് ഏറ്റവും ഭാഗ്യം എളിയവനെ ആദരിക്കുന്ന അതുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. സാധുക്കളെ, ആഹാരമില്ലാത്തവരെ, വിശ്വസിക്കുന്നവരെ, വസ്ത്രമില്ലാത്തവരെ എത്ര സഹായിക്കാൻ കഴിയുമോന്ന കഴിച്ചില്ലെങ്കിലും അവർ കൊടുക്കണം. അവരെ ബഹുമാനിക്കണം. എന്റെ തന്നെയൊന്നും ദൈവത്തിന്റെ ദാനമാണ്. ദൈവം തന്നെ ഒന്നുമില്ല. ഞാൻ അത് കൃപയാണെന്ന് ബോധ്യം ഭരിക്കട്ടെ. എനിക്ക് ഒന്നുമില്ല. എല്ലാ ദൈവത്തിന്റെ ദാനമാണെന്ന് ചിന്ത ഭരിക്കുമ്പോൾ ഒന്നും സ്വന്തം തന്നെ കഴിയത്തില്ല. എന്തുകൊണ്ട് സ്വന്തം? ആരാ സ്വന്തം? ഞാനൊരിക്കൽ ഒരു സഹോദരൻ നല്ലൊരു പ്രകാരം മനുഷ്യാൽ മനുഷ്യൻ ശനിയാഴ്ച രാത്രി ഓതോടിയാത്ത ഇഷ്ടംപോലെ പണമുണ്ട്. പക്ഷെ പോയി എന്തോ കൊണ്ടുപോയി. ഒന്നും കൊണ്ടുപോകത്തില്ല. ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. വല്ലകൊണ്ട് കർത്താവിനോട് ചെലവഴിക്കും. കർത്താവിനോട് ചിന്തിക്കും. അതിന് അടുത്തൊരു വാക്ക് പറഞ്ഞേക്കാം. അടുത്ത ഈ ഏറ്റെടുക്ക് നിത്യത നമ്മുടെ ആയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോൾ ചിന്ത നിത്യമായിരിക്കണം. പറഞ്ഞതാണ് നമ്മളെ അറിയപ്പെടുന്ന വാചകമാണ്. നമ്മൾ ഓരോ ചുവട് വയ്ക്കുമ്പോഴും നിത്യത 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 നോക്കിയേ. അടുത്ത ചിന്ത പറഞ്ഞ പിന്നെ നിത്യത നിത്യതയുണ്ട്. ആ ബോധ്യമുള്ളതുകൊണ്ടല്ലേ 110 വർഷമായിരുന്ന യോസഫ് മരിക്കുമെന്ന വാചകം. ഇതാ ഞാൻ മരിക്കുന്നു, ദൈവത്തിനെ സന്ദർശിച്ചു. പിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ആദ്യ പിതാക്കന്മാരോട് അത് വേദന കൊണ്ടുപോകും. അന്ന് തന്നെ അസ്ഥികളെ കൊണ്ട് കൊണ്ടുപോയിക്കോണം. എനിക്കിവിടെ അടക്കം വേണ്ട. ഈ നാടിന്റെ സ്വന്തമല്ല, എന്റെ വീടല്ല, ഇവിടെ അപ്പൻ ഇവിടെ അല്ല, ഓരോന്നും ഇവിടെ അല്ല, എനിക്കിവിടെ ഒന്നുമില്ല. മറ്റന്നാണ് പരദേശിയാണ്. ഈ മക്കളെ ഇവിടെ അന്യന്മാരും പരദേശികളുമാണ്. ഇവിടെ ഒന്നുമില്ല. നിത്യയാവരുത്. ആ തുറപ്പ് നമ്മെ ഭരിക്കണം. ഇവിടെ ദൈവാനും മോശം വാങ്ങുന്നുണ്ട്. വാക്കുകളെ പറഞ്ഞു അവിടെ വായിക്കുന്നു. അതിന്റെ രണ്ടാം വാക്യം വായിച്ചേ. കഴിഞ്ഞ കാലങ്ങൾ നടന്ന വിധം മറക്കരുത്. വന്ന വഴി മറക്കരുതെന്ന്. വന്ന വഴി ആരായിരുന്നെന്ന്, എവിടുന്ന വന്നെന്ന് മറക്കല്ലേ. എത്ര കേവനായാലും, എത്ര IAS ഓഫീസറായാലും, എത്ര ഉയർന്നാലും നീ ആരായിരുന്നെന്ന എന്റെ പ്രിയനെ ഇത് എത്ര കൊണ്ടാക്കാനും കാണിച്ചാലും പെരുങ്ങാട്ടേ വേണ്ട. ഇതിനാണ് ചെയ്യും. എന്റെ കാര്യം ഇതായാലും പറയല്ല. നീ എത്ര കൊണ്ടക്കാരിയെ കാണിച്ച് തയ്യും കെട്ടി. എനിക്ക് ഒരിക്കലും ഒരാൾ അതിനെ കൈയടിക്കാൻ നോക്കി അന്ന് നിർത്തി. ഒറ്റ ദിവസം കിട്ടിയുള്ളൂ. എനിക്ക് കേട്ട പരിപാടി എനിക്ക് വേണ്ട. ഞാൻ ഈ ഡ്രസ്സിലേക്ക് ഓർത്തു ഓടി കൂടി പോയി ഞാൻ മാറ്റാറില്ല. ഞാൻ പറയാൻ കാര്യം ഞാൻ എത്ര കൊണ്ടക്കാരി കാണിച്ചിട്ട് എന്നിട്ട് കഴിയുന്ന എനിക്ക് അതിനല്ലയോ. പിന്നെ അകത്ത് നിന്ദിക്കാതെ നമ്മൾ മാന്യമായിട്ട് ജീവിച്ചാൽ പോലെ കുഞ്ഞെ നീ ആരാണ് മറക്കരുത്. എത്ര വലുതായാലും എത്ര ശ്രേഷ്ഠായാലും വന്ന വഴി നീ മറക്കല്ലേ. വന്ന വഴി മറക്കല്ലേ. വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കരയിലും തിരിഞ്ഞു പോയിക്കോണം. ഓരോ ദിവസം എവിടെ ആയിരുന്നത്, എങ്ങനെ വന്നത്, എവിടുന്ന വന്നത് അവർ ഒന്നും പറയട്ടെ. നീ ദൈവത്തോട് നീ കടപ്പാട് വേണം, ഒരു നന്ദി വേണം, എപ്പോഴും ചിന്തയുണ്ടാകണം. എനിക്ക് കൊണ്ടുവന്ന് വഴി മടക്കല്ലേ. ആ പാറയിലേക്ക് ആ കരിയെ തിരിഞ്ഞു നോക്കട്ടെ. ഞാൻ ആരായിരുന്നു ബോധ്യം എപ്പോഴും ഉണ്ടാകട്ടെ. ആ ചിന്ത ഉണ്ടാകുമ്പോൾ നിറഞ്ഞ കണ്ണുകളോട് മാത്രമേ ഓർക്കാൻ കഴിയത്തുള്ളൂ. കണ്ണൊഴിയാൻ തുടങ്ങും, ഹൃദയം കൂട്ടാകാൻ തുടങ്ങും. എപ്പോഴും വന്ന വഴി മടക്കാതെ പുറകോട്ടൊന്നും നോക്കണം. പുറകോട്ട് നോക്കുമ്പോഴാണ് ദൈവോപകാരത്തിന്റെ ബോധ്യം. ഞാൻ പൂരിക്കുന്നില്ല. അതിന്റെ 5ാം വാക്യം കാണാം.
ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്ന പോലെ നീ ധ്യാനിച്ചോണം. ദൈവത്തിന്റെ വഴിയെ ഓർത്ത്, ദൈവം നടന്ന വിധങ്ങളെ ഓർത്ത് അവൻ ഓർക്കുമ്പോ മാത്രം ധ്യാനിക്കണം. ധ്യാന ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഓരോ മനസ്സിലുണ്ടാകുന്ന ഹൃദയത്തിൽ നിന്ന് ധ്യാനം ഉണ്ടാകും. നന്ദിയോടെ ഉപയോഗിക്കാൻ തുടങ്ങും. അതിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത് ലഭിക്കുമ്പോൾ തന്നിരിക്കുന്ന സ്തോത്രം ചെയ്യണം. സ്തോത്രം വേണ്ട, നന്ദി വേണം. നന്ദിയുള്ള സ്തോത്രം ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഓരോ വാഴ്ത്തുക, സർവം നൽകവേ വിശുദ്ധമേ വാഴ്ത്തുക, വാഴ്ത്തുക. ഒന്നും മടക്കരുത്. എപ്പോൾ സ്വന്തം ചെയ്യണം, നല്ല ഭവനത്തിൽ സ്വന്തം ചെയ്യണം, അവ ആഹാരത്തിൽ സ്വന്തം ചെയ്യണം, വെള്ളം കുടിക്കുമ്പോൾ സ്വന്തം ചെയ്യണം. ഈ കോഴി വെള്ളം കുടി കന്യാഴ്ച കോഴി വെള്ളം കുടിക്കാര്യം കോഴി ഒരു തുള്ളി വെള്ളം തുണ്ടേ കൊത്തിയിട്ട് അത് നേരെ കണ്ടില്ലേ? എന്റെ അനുമാനം പറയാ, ഈ കോഴി സ്വന്തം പറയാ, ഒടുവിൽ വെള്ളം ചെയ്ത് നന്ദി പറയുക. ഒരു നന്ദിയുണ്ടോ? ആഹാരം കഴിക്കുമ്പോഴേ ഒന്ന് കഴി സ്വോത്രം എന്താ വേണം? എത്ര ആയിരം ആഹാരമില്ല, വിശന്ന് വലിയുന്നു, വിശന്ന് വലിയുന്നു. ഇതിന് സമുദ്ര ആഹാരത്തിന് സ്വോത്രം പറയാനുണ്ടോ? നന്ദി പറയാനുണ്ടോ? സ്വോത്രം പറയാനുണ്ടോ? ആമേൻ. നിർത്തിയേക്കാം. വീണ്ടും മോശ പറയുകയാണ്, എന്റെ സ്വന്തം കൈയുടെ ബലം കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട്, എന്റെ ആരോഗ്യം കൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ പ്രാപ്തി കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് പറയരുത്. ദൈവമാണ് ബുദ്ധി നൽകിയത്, ദൈവമാണ് ആരോഗ്യം നൽകിയത്, ദൈവമാണ് സാമ്പത്തികം നൽകിയത്, ദൈവം വഴിയൊരുക്കിയത്, ദൈവം തന്നെയാണ്. എന്റെ കൈകളുടെ ബലം കൊണ്ടും എന്റെ പ്രാപ്തി കൊണ്ടും ഇതൊക്കെ ഞാൻ ചെയ്തു പറയാനവരുന്നത് ഹൃദയത്തിൽ പോലും നോക്കരുത്. എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ദൈവം തന്ന ദാനം, ദൈവം തന്ന വഴികൾ, ദൈവത്തിന്റെ വഴികൾ, ദൈവം തന്ന എല്ലാം ദൈവത്തിന്റെ ദാനം. ദാനം ദൈവത്തിന്റെ ദാനമാണ്. ചിലത് പറയും, ഞാൻ പട്ടിണിയിൽ നാളെ കൊച്ചിനെ പഠിപ്പിച്ചു. കൊച്ചു പിണ്ണാക്കോട്ടാണ് എന്തോ ഇത് പഠിപ്പിച്ചു. ആ കുഞ്ഞിന് ബുദ്ധി കൊടുത്തേക്കോ ദൈവം തന്നെയാണേറ്റ്. ഞാൻ വീണ്ടും പറയാ, പറഞ്ഞ കേട്ടോട്ടോ, ഞാൻ പട്ടിണി കിടന്നാന്ന് കൊച്ചിനെ പഠിപ്പിച്ചുകൊണ്ടായിരുന്നു. ചുമ്മാതാണ്. 100 കുഞ്ഞിനെ കണ്ടോണ്ട് 2 പാസ്സാക്കളെ ഞാൻ രാത്രി മുഴുവൻ പഠിക്കുക. എനിക്ക് ഒന്നും ഓർക്കുന്നില്ല, പരിചയം മറന്നുപോയാ ഒന്നും. എത്ര കുഞ്ഞിനെ ഞാൻ കണ്ടോണ്ട്. ദൈവത്തിന് നന്ദി പറ, ദൈവം നന്ദി പറ, തലമുറ ബുദ്ധി നന്ദി പറ, തല ജോലി നോക്കുമ്പോ നന്ദി പറ, ദൈവം നന്ദി കരയറ്റ്. നിന്റെ കഴിവല്ലെന്ന് എല്ലാം ദൈവം. ഈ പകൽക്കാലം എത്ര മനോഹരമായ ഭവനമായാലും എല്ലാവരും താൽക്കാലികമാണ്, കൂടാര ഭവനമാണ്. ഇവിടെ താൽക്കാലികവാസികളാണ്, ഇവിടെ പരദേശികളാണ്. സംഘത്തലക്കാർ പരദേശിയായി പാർക്കുമ്പോ എന്റെ ഇവിടുത്തെ വാസം 170, പിന്നെ 10 വർഷം ദേശീയതാകട്ടെ. 70 ദൈവത്തെ നിമിച്ചിട്ട് പിന്നെ 10 വർഷം ദേശീയതാണ്. ആ ദൈവത്തെ ദാനമാണ്. അത് കഴിഞ്ഞാൽ കഷ്ടവും. ഇവിടെ 60 പെരുറുപ്പാണ്, 50 അടുത്തതിൽ വേണമല്ലോ. 60 പെരുറുപ്പ് ഇതല്ലേ പരിപാടി. അവൻ അങ്ങനെ എല്ലാം പരമ്പരാണത്. അല്പായുഷിൽ ഇപ്പോൾ പരദേശികളാണ്. ഇവിടെ ചിരഞ്ജീവിയുടെ ആരുമില്ല, ചിരഞ്ജീവിയുടെ ആരുമില്ല. പോയാൽ മതിയാകുന്നുള്ളൂ. ഇത് പരദേശ വീടാണ്, ഇത് കൂടാര വീടാണ്, ഇത് അന്യ വീടാണ്, സ്വന്തം വീടല്ല. ഇത് ഭൗതിക വീടാണ്, ഇത് താൽക്കാലിക വീടാണ്. എന്താ സ്ഥിരമായ വീടുണ്ട്. ആ വീട് വലിയ ഒരു നിത്യ വീടാണ്. ആ ബോധം കൊണ്ടാണ് ഈ കൂടാതെ അല്ലാതെ സത്രിച്ചിട്ടുണ്ട് നിത്യ വീടിനെ കുറിച്ച് ഞാൻ പറഞ്ഞ യോസഫിന്റെ പാചകം, യോസഫ് എനിക്ക് പറഞ്ഞ പാചകം. ഞാനിവിടെ മരിക്കുന്നു, എന്റെ വീട് ഇവിടെ അല്ല, നാടിവിടെ അല്ല, എന്റെ പിതാക്കളുടെ ഇവിടെ അല്ല, എന്റെ മൗലത്ത് ഇവിടെ അല്ല, ഇവിടെ അന്യനാണ്, ഇവിടെ പരദേശിയാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഇവിടെ അടക്കരുത്. എനിക്ക് അടക്കം വേണ്ട. എന്റെ ഒരു ചിലരൊക്കെ കടവയെ കെട്ടിച്ച് പേര് വെള്ളം വെച്ചോണ്ടിരിക്കുക.
നിന്നെ ഇവിടെ അടക്കുമെന്ന് ആർക്കറിയാം? ഇവിടെ കൊണ്ടുപോയി ഇടുമെന്ന് ആർക്കറിയാം? വെള്ളത്തെ മുങ്ങിപ്പോവാ, എവിടെ കിട്ടും? ഇവിടെ അതിന്റെ പോക്ക് അരിഞ്ഞു പോവാ, എവിടെ കിട്ടും? നീ ഉണ്ടായി ചുമ്മാതല്ലേ? വാഴ കൊണ്ട് കേട്ടോ, രാജധാനികളെ ശക്തി കൊട്ടാരമൊക്കെ ഉണ്ടാക്കി കടലിൽ കൂടെ പേര് കേട്ട് വെച്ചിരിക്കുക. ദൈവം നീ പോയി പറ, എടാ കേട്ടോ ഞാൻ ചൂടട്ടി എറിഞ്ഞ് കളയും. നീ ഈ കണ്ട കൂടാതെ നാട്ടിൽ വേണ്ടി ഇവിടെ ഒന്നുമില്ലെന്നേ. നിന്നോട് പ്രത്യേകിച്ച് ഇതല്ല, ഇവിടെ അല്ല. ഒറ്റ വന്ന് അവസാനിപ്പിക്കാം. നമ്മൾ പ്രത്യേകിച്ച് എപ്പോഴും നിൽക്കുകയായി കർത്താവ് വീണ്ടെടുക്കാൻ പോയിരിക്കുക. അവന് തീർന്ന കർത്താവ് പാലിക്കും. അവരൊരിക്കലും വീട്ടിനെ ചിലപ്പോൾ പോകാം. ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കാൻ ദൈവം ഒരു നിമിഷം ഉണ്ടാകട്ടെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ പറയാം. ആകാശത്തിൽ ഗഡായി കഴിഞ്ഞ മുഴുവൻ മുതൽ കുരുവികൾ വരെ ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് പറഞ്ഞു. കടലിൽ മുപ്പത് മുതൽ നീന്തുന്ന മനുണ്ടായി ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് പറഞ്ഞു. വനത്തിൽ കുഴിയാണ് മുതൽ കൊമ്പനാണ് മനുണ്ടായി. ആ ദൈവത്തെ ഒരു വാക്കുണ്ട് കണ്ടെത്തിലാണ്. ആ ദൈവം 2000 വർഷമായി പണിതിട്ട് വീട് എന്തൊരു വീടാ. എന്തായാലും അറിയാമോ? അത് മണവാടി പാർക്കുന്ന വീടാ. അവർ തങ്ങളെ ചോരോട്ട് വിലയ്ക്ക് വാങ്ങിയ മണവാടിയിൽ പാർക്കാൻ അവരുടെ വീട് 2000 വരെ പണിതിട്ടും ഇത് തീർന്നിട്ടില്ല. കാര്യം ചങ്ങളെ ചോരോട്ട് വിലയ്ക്ക് വാങ്ങിയതാ. ഇപ്പൊ നോക്കട്ടെ, രക്ഷിക്കപ്പെട്ടോ ചോര വീണിക്കപ്പെട്ടിട്ടുണ്ടോ? അവൻ പണിത് അവിടെ ചെല്ലുമോ? മണവാടിക്ക് പാർക്കാനാ. ഒരാശുപത്രിയുടെ വരികയല്ല. ജീവിതത്തിൽ പേരുകൾ ദേവനെ തീർപ്പിട്ട് തള്ളിയിടും. അവൻ അവിശ്വാസികൾ, അടയ്ക്കപ്പെട്ടവർ, ഉടവാദന്മാർ, ഗ്രഹാരാധികൾ, അഗ്നിതടപ്പുകാർ എന്നാൽ മടങ്ങി ഉല്ലാസത്തിലേക്ക് വരും. അവർ ദൈവങ്ങൾ വന്ന് പ്രവേശിക്കും. അവൻ ജീവനും പേരുള്ളവർ മാത്രമേ ഇവിടെ പ്രവേശിക്കുള്ളൂ. അതുകൊണ്ട് ഈ വീട് താൽക്കാലികമാണ്. അവർക്ക് പോയിരിക്കുക. അപ്രത്യാശ നിറയപ്പെട്ടെ യുവാക്കൾ ദീർഘമാക്കുന്നില്ല. ഞാൻ പറയുന്ന സമയം പോകുന്നുള്ളതുകൊണ്ട് ഒരുമിച്ച് എഴുന്നേറ്റ് പ്രത്യാശ പാടാം.